കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് നൌഷാദ്, ഇസ്മയിൽ, ആസിഫ്, അബ്ദുറഹ്മാൻ, ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ഇന്ന് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ എന്താണ്? ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. താമരശ്ശേരി കോടതിയിലാണ് ഇപ്പോൾ അറസ്റ്റിലായ കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് നൌഷാദ്, ഇസ്മായിൽ, ആസിഫ്, അബ്ദുറഹ്മാൻ, ഹുസൈൻ എന്നിവരെ ഹാജരാക്കുക. ഈ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ വേണ്ട കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകും. ആ കസ്റ്റഡി അപേക്ഷ പ്രധാനമായും ഈ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. കാരണം ഇവരെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇവരിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ഇവർ കാറിൽ ഈ പ്രവാസി വ്യവസായി ഷാഫിയുടെ വീട്ടിലെത്തി നിരീക്ഷണം നടത്തിയവരായിരുന്നു 2 ആഴ്ച മുൻപ്. മാത്രമല്ല ഇതിൽ ഒരാൾ ഹുസൈൻ എന്ന് പറയുന്നയാൾ കാർ വാടകയ്ക്ക് നൽകിയ ആളാണ്. മറ്റുള്ള 3 പേരാണ് കാറിലെത്തിയ സംഘം എന്നുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഷാഫി ഇപ്പോൾ എവിടെയാണ് എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടില്ല. കർണാടക അതിർത്തികൾ കേന്ദ്രീകരിച്ചും കാസർഗോഡ് ജില്ലയിൽ കേന്ദ്രീകരിച്ചുമെല്ലാം അന്വേഷണം തുടരുകയാണ്. കാരണം ഇവർക്കും അറിയില്ല എവിടേക്കാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത്. അത്രയും ഒരു വ്യാപ്തിയുള്ള ഒരു കൊട്ടേഷൻ സംഘമാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസും മനസ്സിലാക്കുന്നത്. ശരി റിയാസ്.